ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തേത് കൊച്ചിയിൽ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ ചെറിയൊരു സർപ്രൈസ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെയും അതുപോലെ തന്നെ വേറെ നമ്മളുടെ ട്രിപ്പിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേഷൻസും പിന്നെ 2 ബേക്കേഴ്സിനെയും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഞാൻ കൊച്ചിയിലുള്ളയും അതുപോലെ തന്നെ മലപ്പുറത്തുള്ളയും 2 ബേക്കേഴ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാ മലപ്പുറത്തുള്ള ബേക്കർ നമ്മുടെ വീട്ടിൽ പാർട്ടി ഉണ്ടായ സമയത്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നട്ടി ബബിൾ പുഡിംഗ്, പിന്നെ അടുത്തത് ഇതാ ചട്ടിപ്പത്തിരി, പിന്നെ നെക്സ്റ്റ് ഒരു റാഫലോ പുഡിങ്ങും കൂടെയാണ് കൊടുത്തയച്ചിട്ടുള്ളത്. ഇത് സോൾട്ട് ആൻഡ് ഷുഗർ ടേസ്റ്റി ട്രീറ്റ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ ഞാൻ ഇതാ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് റാഫലോ പുഡിംഗ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഡെസേർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിൽ പാർട്ടി ഉണ്ടായ സമയത്താണ്, ഞാൻ പാർട്ടി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അന്ന് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരി ആദ്യം കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവർ ഡെസേർട്ട്സ് മാത്രമല്ല കേട്ടോ, സ്നാക്സും ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാനിതാ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസ് ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ റാഫലോ പുഡിംഗ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് ഇതാ നട്ടി ബബിൾ പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതും കൂടെ നോക്കാം. ഇത് ടേസ്റ്റ് ചെയ്യാനും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ഗസ്റ്റൊക്കെ ഇത് കഴിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ കോളേജ് മേറ്റും കൂടെയാണ് കേട്ടോ ഈ ഒരു ബേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ കൊച്ചിയിൽ പോവുകയാണ്. കൊച്ചിയിൽ പോകുന്ന വഴിയിൽ വളാഞ്ചേരിയിൽ മിലാൻ ഹോളിഡേയ്സിൻ്റെ ഓഫീസിലൊന്ന് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ മിലാൻ ഹോളിഡേയ്സ് എന്ന് പറയുന്നത് ആരാന്നുള്ളതൊക്കെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദുബായിലേക്കായിരുന്നു കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ 7 ദിവസം ക്വാറൻറ്റൈൻ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഇതാ നമ്മൾ മിലാൻ ഹോളിഡേയ്സിൻ്റെ ഓഫീസിലെത്തി. ആക്ച്വലി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ദുബായ് ട്രിപ്പിൻ്റെ വൗച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളത് ക്യാൻസലാക്കിയല്ലോ. അപ്പോൾ അത് ക്യാൻസലാക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയെന്നുള്ളത്. കാശ്മീരിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാശ്മീരിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട സമയത്തും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ട സമയത്തൊക്കെ കുറേ പേര് പറഞ്ഞതും ഈ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. കാശ്മീർ എന്നുള്ള പ്ലേസ് ആണ് കുറേ പേര് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഫെബ്രുവരി 9th പോയിട്ട് ഫെബ്രുവരി 14th തിരിച്ചു വരാന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കാശ്മീർ എന്നൊക്കെ പറയുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വേറെ ഗൾഫ് കൺട്രീസിൽ പോകുന്ന പോലെയല്ല. സ്നോ ഒക്കെ ആയിട്ട്, അത് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് സ്നോ ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന 25 പേർക്കാണ് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന റേറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞാൽ റേറ്റ് മാറും. അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. മിലാൻ ഹോളിഡേയ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് എന്തായാലും ബുക്ക് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങളും നമ്മളും കൂടെ പോകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് കാശ്മീരിൽ പോണത്. ഇൻഷാ അല്ലാഹ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. നമുക്ക് അവിടെ പോകാൻ പറ്റും തോന്നുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുപോലെ കൊറോണൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഫെബ്രുവരി 9th പോയിട്ട് ഫെബ്രുവരി 14th തിരിച്ചു വരാന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മിലാൻ ഹോളിഡേയ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വ്ലോഗിലേക്ക് കിടക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മിലാൻ ഹോളിഡേയ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ട്രിപ്പിൻ്റെ ചാർജും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന ദിവസം എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. അന്ന് അവിടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മളെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇതാ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഞങ്ങൾക്കും മിലാൻ ഹോളിഡേയ്സിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രിപ്പിൻ്റെ കാര്യം മറക്കണ്ട, വേഗം തന്നെ മിലാൻ ഹോളിഡേയ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് വേഗത്തിൽ നിങ്ങളുടെ സീറ്റും കൂടെ ബുക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ മിലാൻ ഹോളിഡേയ്സിൽ നിന്ന് പിന്നെ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഊണ് കഴിക്കാനായിരുന്നു കേട്ടോ ആഗ്രഹം. അപ്പോൾ വീട്ടിലെ ഊണെന്ന് ബോർഡ് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങളിതാ ഇവിടെ ഇറങ്ങിയിട്ട് നാടൻ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചിയിൽ ലുലുവിലൊന്ന് കയറാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ കയറി. അപ്പോൾ അവിടുന്ന് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്കൊക്കെ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ നൂഡിൽസൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ നെജുവിൻ്റെ വീട്ടിൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നെജുവിൻ്റെ വീട്ടിലകത്തും പുറത്തും അതുപോലെ തന്നെ ടെറസിന് മുകളിലൊക്കെ ഫുൾ ചെടികളും ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നെജുവിൻ്റെ ഹസ്ബൻഡ് താരിഷ്ക. അപ്പോൾ ഇതാ നെജു ഇവിടെ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രണ്ടും കൂടെ വരാനുണ്ട്. അവളുടെ പേരും ഷബ്ന തന്നെയാണ് കേട്ടോ. ഷബു എന്നാണ് വിളിക്കുക. ഷബുവും സജീറിക്കും വരാനുണ്ട്. അപ്പം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ക്രിസ്മസിൻ്റെ അന്നാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ കുട്ടികൾ ചോക്ലേറ്റിൻ്റെ ബൊക്കെയൊക്കെ കൊടുത്തിട്ട് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അവരുടെ ടെറസിന് മുകളിൽ പോയിട്ട് അവിടെ ചെടികളും ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിടെ മൈക്കും അതുപോലെ തന്നെ ബോക്സും സൗണ്ട് ബോക്സും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് പാട്ട് പാടുകയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ മുകളിൽ കയറിയതാണ്. ഇവിടെ ഫോട്ടോ സെഷനും നടക്കുന്നുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ, കൊച്ചി വ്ളോഗ്സൊക്കെ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഷബുവിനെയും അതുപോലെ തന്നെ നെജുവിനെയും. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സായി എന്നുള്ള ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഒരുമിച്ച് പഠിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. ഞങ്ങൾ സ്മ്യൂൾ എന്നുള്ള ആപ്പിലൂടെയാണ് കേട്ടോ പരിചയപ്പെടുന്നത്. അതൊരു പാട്ട് പാടാനൊക്കെ ഉള്ള ഒരു ആപ്പാണ്. അപ്പം അതിലൂടെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായി. നമ്മളുടെ ഫാമിലിയൊക്കെ നല്ല ക്ലോസ് ഫ്രണ്ട്സായി. ഞങ്ങൾ കുറേ പാട്ടുകളൊക്കെ പാടി. ചിലതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഷബ്ന ഹാസ്കർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നെജുവിൻ്റെ താരിഷ്കാൻ്റെ ഉമ്മയാണ് കേട്ടോ. ബാപ്പയ്ക്കും ഉമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറിയുടെ ഇത് ഞാനല്ല, ഇത് അവൻ്റെ വൈഫ്, അവളുണ്ടാക്കണതാണ് കേക്ക്. നെജു അത്
അപ്പം ഇത് നെജുവിൻ്റെ ഫ്രണ്ടും അവരുടെ വൈഫും ആണ് കേട്ടോ. ഫാമീസ് ബേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. നല്ല അടിപൊളി ബേക്കറാണ്, കൊച്ചിയിലുള്ളതാണ്. അപ്പം അവരുടെ അടുത്ത് ഞങ്ങൾ ഷബുവിനും സജീർക്കാക്കും വേണ്ടിയിട്ട് ആനിവേഴ്സറി സ്പെഷ്യൽ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേക്കൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പേജാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഫാമീസ് ബേക്കിംഗ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കേക്ക് കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയാം കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇവിടെ നെജു അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും അതുപോലെ തന്നെ പരിപ്പ് കറിയും പിന്നെ ഒരുപാട് സാധനങ്ങൾ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ടെറസിന് മുകളിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എല്ലാം ഞങ്ങളിവിടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇതാ നല്ല സേമിയ പായസം അതും കൂടെ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കേക്കും കഴിക്കാനുണ്ട്. പിന്നെ നെജുവിൻ്റെ നാത്തൂനും അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ സമയത്തും മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കേക്ക് കട്ട് ചെയ്യലുണ്ട് കേട്ടോ, ഫ്രണ്ട്സ് മീറ്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട്. പക്ഷേ ഇത്തവണ മീറ്റ് ചെയ്ത സമയത്താണ് ഷബുവിൻ്റെയും സജീർ ഖാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയത്. അപ്പം അവർക്കുള്ള ഒരു കേക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തതായിരുന്നു. ഇപ്പോൾ കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് പിസ്ത കേക്കാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ കറക്റ്റ് ഫ്ലേവർ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും ആയിരുന്നു. അടുത്ത് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിലുള്ളത് എന്തെല്ലാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ബ്രൗണിയാണ്, ചോക്ലേറ്റ് ബ്രൗണി. പിന്നെ ജാർ കേക്ക്സും ഉണ്ട്. ഇത് ചോക്ലേറ്റ്സ് ആണ്. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പിന്നെ ട്രസ്ലച്ചസ് കേക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ട്രസ്ലച്ചസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഈ ഒരു ജാറിലുള്ളത് ലോട്ടസ് ബിസ്കോഫാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു ബോട്ടിലുള്ളത് എന്താ നോക്കാം. ഇത് കുക്കീസാണ് കേട്ടോ. അതും നല്ല അടിപൊളിയാണ്. ബ്രൗണിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാമീസ് ബേക്കിങ്ങിൻ്റെ പേജ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും സുറുമിയുടെ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. നെജുവിൻ്റെ വീടിൻ്റെ പുറത്തൊക്കെ നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു പോണ്ട് ഉണ്ട്, അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. പകലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് കാണാമായിരുന്നു. അങ്ങനെ രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ നെജുവിൻ്റെ വീട്ടിൽ നിന്ന് പോരുന്നത്. നെജുവിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ പോണത് ഷബുവിൻ്റെയൊക്കെ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ മറ്റൊരു വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഷബുവിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.